എല്ലാവർക്കും നമസ്കാരം. +1 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എക്സാമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ക്ലാസ്സിന് ഞാൻ നേതൃത്വം നൽകുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇന്ത്യൻ എക്കണോമി, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ രണ്ട് രീതിയിലാണ് +1 എക്കണോമിക്സ് കൊണ്ടുപോകുന്നത്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റത്തെ ചാപ്റ്ററിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടും അതിലെന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം മാത്രമേ പറയാറുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. വിശാലമായിട്ടുള്ള ഒരു ഡാറ്റയെ ലഘുവായിട്ട് വിശദീകരിക്കുന്നതിനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അഥവാ വിശാലമായിക്കൊണ്ടിരിക്കുന്ന കുറേ GDP എന്നൊക്കെ പറയുന്ന ഗ്രഹണമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് അത് ചെറിയ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിവരത്തിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിലുള്ളത്. അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ. എന്താണ് കളക്ഷൻ ഓഫ് ഡാറ്റ അഥവാ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ശേഖരിക്കുന്ന വിവരങ്ങൾക്കാണ് ഡാറ്റ എന്ന് പറയുക. ഉദാഹരണത്തിന് എനിക്ക് എന്ത് കിട്ടണം? ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിക്കണം. വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം കുട്ടികളുടെ കപ്പാസിറ്റി അറിയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ ഒരു എക്സാം നടത്തിയപ്പോൾ കിട്ടിയ എൻ്റെ വിവരം, മാർക്കുകൾ, അതൊരു ഡാറ്റയാണ്. അതേപോലെ തന്നെ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് എനിക്കറിയണം. കാരണം എന്തെങ്കിലും പ്രത്യേക ആവശ്യം വരുന്ന സമയത്ത് അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രത്യേക ആവശ്യമാണ്. അഥവാ ബ്ലഡ് ആവശ്യമായിട്ട് വരുന്ന ആളുകൾ എന്നെ സമീപിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് കൊടുക്കണം. ഇതൊക്കെ B പോസിറ്റീവ് ഉള്ള ആളുകൾ ഇത്രയാണ്, A പോസിറ്റീവ് ഇത്രയാണ്, അങ്ങനെ ആളുകളെ വിവരങ്ങൾ എനിക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുട്ടികളോട് A പോസിറ്റീവ് ഉള്ള ആളുകൾ എണീച്ച് നിൽക്കുക, B പോസിറ്റീവ് ഉള്ള ആളുകൾ എണീച്ച് നിൽക്കുക, B നെഗറ്റീവ് നിൽക്കുക, അങ്ങനെ വ്യത്യസ്ത ബ്ലഡ് ഗ്രൂപ്പുകളുടെ രീതികൾ ഉപയോഗപ്പെടുത്തിയിട്ട് ആളുകളോട് ആ ഡാറ്റ സ്വീകരിക്കുന്നു. ആ ഒരു വിവരത്തിനാണ് ഡാറ്റ. നമ്മളെ കയ്യിലുള്ള ആ കിട്ടിയ സാധനത്തിന് പറയുന്ന പേരാണ് ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റയുടെ കളക്ഷൻ, എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കറിയാം രണ്ട് രീതിയിലാണ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോഴ്സുകൾ എത്രയാണ്? രണ്ട് രീതിയിലുള്ള ഡാറ്റകളാണുള്ളത്. ഒന്നാമത് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് വിവരങ്ങൾ നേരിട്ട് പോയിട്ട് സ്വീകരിക്കുന്നതിനെയാണെന്ന് പറയാം പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി ഡാറ്റ എന്തായിരിക്കും? മറ്റുള്ളവർ ശേഖരിച്ച് വെച്ച ഡാറ്റ ഉപയോഗപ്പെടുത്തിയിട്ട് എടുക്കുന്നതിന്, അതിനാണെന്ന് പറയാം സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്താ ആവശ്യമുണ്ട്? കുട്ടികളുടെ മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഓരോ ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിലത്തെ സാഹചര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് എനിക്ക് ആവശ്യപ്പെട്ട ഡാറ്റ സ്വീകരിക്കുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത്. ഞാൻ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് എനിക്ക് കുട്ടികളെ അടുത്ത് പോയിട്ട് ഓരോരുത്തരുടെ വിവരങ്ങൾ നേരിട്ട് ചോദിക്കുക. അത് നിങ്ങളെ പേരെന്താണ്? കുട്ടിയുടെ പേര് ഓൾറെഡി എല്ലാവർക്കും അറിയാം. വീട്ടിൽ എത്ര ആളുകളുണ്ട്? ഉപ്പാക്ക് എന്താ പണി? ഉപ്പാക്ക് ഇത് കൂടാതെ ഒരു കൂലിപ്പണി കൂടാതെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? അങ്ങനെയുള്ള വ്യത്യസ്ത രീതിയിൽ കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ അർത്ഥമായിട്ട് നേരിട്ട് പോയിട്ട് സ്വീകരിക്കുക. അതല്ല, ഒരു S1 പഠിക്കുന്ന കുട്ടിയുടെ വിവരങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ആ S1 പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചറോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ടീച്ചർ എനിക്ക് തരുന്ന സമയത്ത് ആ ഡാറ്റ ഏതാണ്? സെക്കൻഡറി ഡാറ്റ ആണ്. അത് വേറൊരാൾ എടുത്തു വെച്ച ഡാറ്റ ഉപയോഗപ്പെടുത്തിയിട്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കുന്നതെങ്കിൽ അതെന്താണ്? സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ നേരിട്ട് പോയിട്ട് സ്വീകരിക്കുന്നതിനാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? മറ്റുള്ളവർ ശേഖരിച്ച് വെച്ച ഡാറ്റയെ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുക. ഉദാഹരണത്തിന് സെക്കൻഡറി ഡാറ്റയ്ക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാം? എനിക്ക് എന്ത് ചെയ്യണം? ഗാന്ധിജിയെ കുറിച്ച് പഠിക്കണം. ഗാന്ധിജിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഗൂഗിളിൽ സെർച്ച് ചെയ്തു.
ഓട്ടോബയോഗ്രഫി ഓഫ് മഹാത്മാഗാന്ധി എന്ന് സെർച്ച് ചെയ്ത് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? സെക്കൻഡറി ഡാറ്റ ആണ്. അത് വേറൊരാൾ എടുത്തു വെച്ച ഡാറ്റയാണ്. ആ ഡാറ്റയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വിവരങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അതാണ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്തായിരിക്കും? ഗാന്ധിജി ജനിച്ച സ്ഥലത്ത് പോവുക, ഗാന്ധിജി മറ്റേ പ്രവർത്തിച്ച ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഞാൻ എന്ത് ചെയ്യുക, ആ സ്ഥലത്ത് പോയിട്ട് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് ഏത്? പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡാറ്റക്കും സെക്കൻഡറി ഡാറ്റക്കും പ്രത്യേകതകളുണ്ട്. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? വിവരങ്ങൾ നേരിട്ട് പോയി സ്വീകരിക്കുന്നതാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് മറ്റുള്ളവർ ശേഖരിച്ച് വെച്ചതാണ്. എന്നാൽ പ്രൈമറി ഡാറ്റയ്ക്ക് എന്താണ്? എക്സ്പെൻസീവാണ്. വിവരങ്ങൾ നേരിട്ട് പോയിട്ട് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? ചിലവ് കൂടിയതാണ്. എന്നാൽ സെക്കൻഡറി ഡാറ്റയ്ക്ക് അത്ര വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. അത് ഒറ്റ കാശിൻ്റെ ചിലവ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി എന്നാൽ പ്രൈമറി ഡാറ്റയ്ക്ക് ഒരു വേറെ പ്രത്യേകത എന്തുണ്ട്? സമയമെടുക്കും. വിവരങ്ങൾ എടുത്ത് വരാൻ എന്ത് ചെയ്യും? സമയം എടുക്കുന്നതാണ്. സെക്കൻഡറി ഡാറ്റയ്ക്ക് നിമിഷങ്ങൾക്കകം എന്ത് ചെയ്യാൻ പറ്റും? വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും സെക്കൻഡറി ഡാറ്റ. പിന്നെ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റയ്ക്ക് കിട്ടിയ വിവരങ്ങൾ ശരിയാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. എന്നാൽ സെക്കൻഡറി ഡാറ്റകൾ തെറ്റാവാനും ശരിയാവാനും സാധ്യത ഉണ്ട്. കൂടുതലും തെറ്റാവാനാണ് സാധ്യത എന്നുള്ളതാണ്. മറ്റുള്ളവർ ശേഖരിച്ച വെച്ച വിവരങ്ങളാണ്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നേരിട്ട് പോയിട്ടല്ലാതെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിലൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അതിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൈമറി ഡാറ്റ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശേഖരിക്കാൻ പറ്റും. എക്സാമിന്, ഈ മോഡൽ എക്സാമിന് കഴിഞ്ഞ മോഡൽ എക്സാമിന് വരെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ, വ്യത്യസ്ത തരത്തിലുള്ള ഡാറ്റകൾ ഏതൊക്കെയാണ്? പ്രൈമറി ഡാറ്റയുടെ 3 സോഴ്സുകൾ ഏതൊക്കെയാണ്? 3 രീതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ചോദിക്കുമ്പോൾ ഉത്തരം ആ സെക്കൻഡ് ചാപ്റ്ററിലായിട്ടുള്ള മുഴുവനായിട്ട് എഴുതാണ്ടെന്നാണ് ഏകദേശം. ഒന്നാമത്തത് പ്രൈമറി ഡാറ്റ 3 രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാം. ഒന്നാമത്തത് പേഴ്സണൽ ഇൻ്റർവ്യൂ, 2 മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, 3 ടെലിഫോൺ ഇൻ്റർവ്യൂ. എന്താണ് പേഴ്സണൽ ഇൻ്റർവ്യൂ? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം, ഇപ്പോഴത്തെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി, ഏതെങ്കിലും ഒരു സിനിമ, ഇപ്പോൾ ഇറങ്ങിയ ഒരു സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമയെക്കുറിച്ച് എനിക്ക് എന്ത് ചെയ്യണം? കൂടുതലായിട്ട് അറിയണം എന്നാണ് എനിക്ക് എന്ത് ചെയ്യണം? ആ ഒരു വിവരമാണ് എനിക്ക് ആവശ്യം. എന്ത് ചെയ്യണം? സിനിമയെക്കുറിച്ചിട്ടും ആ സിനിമയിൽ അഭിനയിച്ച അഭിനേതാക്കളെ കുറിച്ചിട്ടും എനിക്ക് അറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. എന്താണ്? അതിൻ്റെ ആ കിട്ടുന്ന ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്? പ്രൈമറി ഡാറ്റ. ആ പ്രൈമറി ഡാറ്റയിൽ 3 രീതിയിൽ ഏതെങ്കിലും 3 എന്ത് ചെയ്തു? പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ത് ചെയ്തു? കുഞ്ചാക്കോബിനോട് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യും? കുറച്ച് പേഴ്സണലായിട്ട് ഇൻ്റർവ്യൂ എടുത്തതാണ്. നമ്മൾ കാണാറുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് കുറേ പേഴ്സണലായിട്ടുള്ള ഇൻ്റർവ്യൂകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ തൊപ്പി ഫേമസ് ആവുന്ന സമയത്ത് തൊപ്പിനെ കുറിച്ചിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോമഡി ആയിട്ടും പരസ്യമായിട്ടും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് മമ്മൂട്ടിയോ ഇൻ്റർവ്യൂ എന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട്. അങ്ങനെ പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് വിവരങ്ങൾ നേരിട്ട് പോയിട്ട് എന്താണ് പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണെന്ന് പറയുക പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. എനിക്ക് എന്തെങ്കിലും പ്രത്യേക ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുക. എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഡാറ്റ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഞാൻ എന്ത് ചെയ്യും? ഇൻ്റർവ്യൂ നടത്താൻ പോവുകയാണ്. ആ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എക്കണോമിക്സിൽ കുട്ടികളുടെ കഴിവിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ചോദ്യാവലികൾ പുറത്ത് വേറെ ഒരു സ്കൂള്, അടുത്തുള്ള മാവണ്ടൂർ സ്കൂളാവട്ടെ, ആ മാവണ്ടൂർ സ്കൂളിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു വിവരങ്ങൾ അവിടുത്തെ പഠിക്കുന്ന കുട്ടികളുടെ എക്കണോമിക്സ് കഴിവുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ക്വസ്റ്റ്യൻ തയ്യാറാക്കി. ആ തയ്യാറാക്കി വെച്ച ക്വസ്റ്റ്യനെ പറയുന്നതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക? എന്തൊക്കെയായിരിക്കും അതിൽ വരിക? നെയിം ഉണ്ടാവും, കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നുണ്ടാവും, ആ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ എക്കണോമിയാണോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയും തയ്യാറാക്കുകയാണ്. അതെന്ത് ചെയ്യാണ്? ആ ക്വസ്റ്റ്യനെയർ ഉപയോഗപ്പെടുത്തിയിട്ട് മെയിൽ വഴി, മെയിലിൽ തന്നെ ആവണമെന്നില്ല, അത് പഴയ കാലത്തതായതുകൊണ്ട് മെയിൽ വേണമെങ്കിൽ വാട്സപ്പ് വഴി അയക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചാറ്റ് മുഖേന അയക്കാം. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയക്കാം. അതിനെയാണെന്ന് പറയാം ആ ചോദ്യങ്ങൾ അയച്ചു കൊടുത്തിട്ട് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അവിടെ എന്ത് ചെയ്യുക? തിരിച്ചയക്കുക. അതാണ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡിഗ്രിയോ PGയോ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു
നമുക്ക് അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ നമ്മൾ എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, നമുക്കൊരു ഫയൽ അയച്ചു തരും. എന്തൊക്കെയാണ് ആ ഫയലുണ്ടാകുക? നമ്മളെ നെയിം ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, ഫാദർ നെയിം ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ PG ആണ് ചെയ്യുന്നതെങ്കിൽ ഡിഗ്രിക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു, ഏതൊക്കെയാണ് സബ്ജക്റ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചു തരും. ആ അയച്ചു തരുന്നതാണ് ഈ പറയപ്പെടുന്ന മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് അതേപോലെ ഡാറ്റ കളക്ട് ചെയ്യും. അതെന്താണ് പ്രൈമറി ഡാറ്റയ്ക്ക് ഒരു ഉദാഹരണമാണ്. നമ്മൾ നേരിട്ടാണ് ഡാറ്റകൾ സ്വീകരിക്കുന്നത്. അതാണ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അടുത്തതാണ് ടെലിഫോൺ ഇൻ്റർവ്യൂ. എനിക്കൊരു പ്രത്യേക ആവശ്യം വന്നു. ഉദാഹരണത്തിന് ഈ കൊറോണ വന്ന സമയത്ത് അല്ലെങ്കിൽ പ്രളയം വന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിട്ട് ആളുകളെ പോയിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. എന്ത് ചെയ്യും, അവർക്ക് കോൾ ചെയ്തിട്ട് എന്താണ് പേര്, വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ വിവരങ്ങൾ ശേഖരിക്കുക. അതിനെയാണെന്ന് പറയുക ടെലിഫോൺ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും സുഖകരമായിട്ടുള്ള വിവരങ്ങളായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഒരു സാധാരണക്കാരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ നാമം എന്താണെന്ന് നിർദ്ദേശിക്കുക, നിങ്ങളുടെ ലിംഗം എന്താണെന്ന് നിർദ്ദേശിക്കുക എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്കത് ഉത്തരം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കത് മടുപ്പ് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ എങ്ങനെയായിരിക്കണം ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ ഏറ്റവും സുഖകരമായിട്ടായിരിക്കണം, അവർക്ക് ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലുള്ളതായിരിക്കണം. പ്രാഥമികമായിട്ട് ഉദാഹരണത്തിന് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ നെയിം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏതൊരാൾ ചോദിക്കപ്പെടുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുമെന്ന് തുടങ്ങി നമ്മളൊക്കെ എന്താണോ വിവരങ്ങൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് മെല്ലെ വിവരങ്ങൾ ലഘുവായ രീതിയിൽ ചോദിക്കുക. അതാണ് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുള്ളൂ. ഉദാഹരണത്തിന് കോമഡി ആയിട്ട് പൊതുവെ പറയാറുണ്ട്, നമുക്കുണ്ടായൊരു അനുഭവമാണ്. അതേമാതിരി ഒരു തൊട്ടടുത്ത്, ഇപ്പോഴല്ല കുറേ ചെറുപ്പത്തിലാണ്, സ്കൂളിൽ പോയപ്പോൾ ഒരു പാരൻറ്റ് വന്നപ്പോൾ ഒരു ടീച്ചർ ആ പാരൻറ്റിനോട്, ഒരു സാധാരണ കുടുംബത്തിൽ വളർന്നു വന്ന ഒരു പ്രകൃതമാണ് ആ ഉമ്മയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ആ ടീച്ചർ ചോദിച്ചു, എന്താണ് ഫാദർ നെയിം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഫാദർന്ന് കേട്ടപ്പോൾ ഇപ്പാന്നുള്ളത് ഫാദർ നെയിം പറഞ്ഞു. അപ്പോൾ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആർക്കും എന്ത് ചെയ്തില്ല, അവർക്കും മനസ്സിലായില്ല. അപ്പോൾ എന്ത് ചെയ്തു, അവരുടെ വിലാസമാണ് എന്ത് ചെയ്തത് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊന്നും സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായ രീതിയിൽ ചോദിക്കുക എന്നുള്ളതാണ്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചോദിക്കുക. ഉദാഹരണത്തിന് നിങ്ങളെ ജനിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൃത്യമായിട്ട് കിട്ടും. നേരെ തിരിച്ച് അവിടെ നമുക്ക് അവരോട് നല്ല രീതിയിൽ ആലങ്കനത്തോടു കൂടി നല്ല ഭാഷ ഉപയോഗപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് ഞാനിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.